ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡുമായിട്ടാണ്. നമ്മുടെ ഡ്രസ്സിംഗ് തൊപ്പിയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി കാണും. ക്രിസ്മസിന് രണ്ട് അടിപൊളി ഡിഷസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് ചിക്കൻ ഡിഷാണ്. ഒന്ന് ചിക്കൻ റോസ്റ്റും, ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റും, കേത്തൽ ചിക്കൻ ഫ്രൈ ആണ്. അതൊരു വെറൈറ്റി ഡിഷാണ്. നമ്മൾ സാധാരണ ചിക്കൻ റോസ്റ്റ് പോലെയൊന്നുമല്ല, ഒരു അടിപൊളി കൂട്ട് മസാലയൊക്കെ ആയിട്ടാണ് നമ്മൾ വെറൈറ്റി മസാലയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളിയായിരിക്കും. നമ്മൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കൂടി വന്നിട്ടുണ്ട്. അവരെ ഒന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ കോർണിഷ്. നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനെ എല്ലാം കൊണ്ടുപോയി കോർണിഷൊക്കെ കാണിച്ച് നമുക്കൊരു ബോട്ടിങ്ങിനൊക്കെ പോയിട്ട് ഇവിടെ ബോട്ട് സർവീസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയൊരു ബോട്ട് സർവീസും കൂടെ കഴിഞ്ഞിട്ട് വരാം. Come on guys, നമുക്കൊരു ബോട്ടിങ്ങിന് പോയാലോ? ഓക്കേ. അപ്പോൾ ഗൈസ്, നമ്മളൊരു ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ എൻജോയ്. നമുക്ക് ഇവരെയൊക്കെ പരിചയപ്പെടാം. ഇത് ശ്രീലക്ഷ്മിയാണ്, ഇത് ആതിര, ഇത് ശ്രുതി. എല്ലാവരും ഫേമസ് ടിക്ടോക്കേഴ്സ് ആണ്. ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ ക്ഷണം സ്വീകരിച്ച് വന്നതാണ് എല്ലാവരും ക്രിസ്മസ് ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി. അങ്ങനെ ബോട്ട് സർവീസിൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി പിന്നാലെ വരുന്നതാണ്. അച്ഛനാണ് നയിച്ചുകൊണ്ട് പോകുന്നത്. നിൽക്കുന്നത് വീഡിയോ എടുത്തത് ഇത് മറ്റേ ഡിഷ് അറിയാൻ വേണ്ടി സാധനം. കേത്തൽ ചിക്കൻ ഉണ്ടാക്കാനുള്ള മസാല നമുക്ക് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പോൾ 30 കാശ്മീരി ചില്ലിയാണ്. 30 കാശ്മീരി ചില്ലി ക്രഷ് ചെയ്തതാണിത്.
6 ടേബിൾ സ്പൂൺ മല്ലിയാണ്, പച്ചമല്ലിയാണ് ഇട്ടിരിക്കുന്നത്. അത് പൊടിച്ചെടുത്തതാണ്. 20 ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 4 ടേബിൾ സ്പൂൺ. ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസാണ്, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ. ജ്യൂസ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുകയാണ്. കാശ്മീരി ചില്ലിയാണ് ഇടേണ്ടത്, 8 ടേബിൾ സ്പൂൺ. ഇപ്പം ഈ മസാല എന്ന് പറയുന്നത് 2 കിലോ ചിക്കന് വേണ്ടിയാണ്. 2 കിലോ കേത്തൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മസാലയാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. ഗരം മസാല 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ 2 സ്പൂൺ ഇടുകയാണ്. കോൺഫ്ലവർ ഇട്ട് കഴിയുമ്പോഴേക്കും ഇത് മസാല ഒന്ന് നല്ല സ്റ്റിഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ക്രിസ്പിനെസ്സും കേത്തൽ ചിക്കൻ എന്ന് വെച്ചാൽ നമ്മളെ ട്രിവാൻഡ്രത്തൊക്കെ വളരെ ഫേമസ് ആയിട്ട് കിട്ടുന്നതാണ്. കുഞ്ഞു കോഴി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അത് ഒരുപാട് ഇങ്ങനെ പൊടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മല്ലിയെല്ലാം പൊടിച്ച് ചേർത്തത്. ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും. ഇഞ്ചിരകം 1 സ്പൂൺ എടുത്തേക്കാണ്, അതും ചതച്ചിട്ടൊന്നുമില്ല, അതേപോലെ ഇട്ടേക്കാണ്. ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റാണ് അതിന്. പിന്നെ ഒരു 5-6 ഏലക്കയും കൂടി ചേർക്കുകയാണ്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുകയാണ്. നല്ല ഇതായിട്ട് കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടും. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ഇതിലേക്ക് ഇടാൻ പോവാണ്. മാക്സിമം നിങ്ങൾ ചെറിയ കോഴി നോക്കിയാണ് മേടിച്ചത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതേ കുഞ്ഞു കോഴിയുടെ ഈ മസാല ചേർത്ത് കഴിക്കുന്നതാണ് ആ ഒരു കേത്തൽ ചിക്കൻ്റെ സ്പെഷ്യാലിറ്റി. കൂടി ഉപ്പ് വേണം, അതുകൊണ്ട് കുറച്ചുകൂടി ചേർക്കുകയാണ്. നന്നായിട്ട് യോജിപ്പിക്കണം ചിക്കനുമായിട്ട്. ഈ ഒരു മസാല ഇതിൽ നന്നായിട്ട് പിടിച്ചാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഉടനെ ഒന്നും ഫ്രൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം 3 മണിക്കൂർ എത്ര നിങ്ങൾ അധികം വെക്കുന്നോ അത്രയും മസാല അതിൽ ടേസ്റ്റ്. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂർ. ഇപ്പോൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ 3 മണിക്കൂറോ 4 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമില്ല. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഇന്ന് 2 ഐറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. ഒന്ന് കേത്തൽ ചിക്കനും ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് 1 സ്പൂൺ കടുക് ചേർക്കുകയാണ്. ഒരു 6 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്ത്. വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. അത് തന്നെ എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലേ നമുക്ക് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. 5-6 വറ്റൽ മുളകും കൂടെ ചേർക്കുന്നു. ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു 6 എണ്ണം ചേർത്തിട്ടുണ്ട്. കറിവേപ്പില 1 പിടി കറിവേപ്പില. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 10-15 എണ്ണം ചേർത്തിട്ടുണ്ട്. ഒന്ന് വഴണ്ട് വരണം. വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കാനുള്ളത്. സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തന്നെ നമുക്ക് താറാവ് വെച്ച് ചെയ്യാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇതൊരു ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷമാണ് ചേർക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിൻ്റെ ഒരു പച്ച മണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കണം. ആ ഒരു പച്ചമണം മാറിയതിനു ശേഷം നമുക്ക് സവോള ഇടാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ഇടാം. ഞാനൊരു 6 മീഡിയം സൈസ് സവോള സ്ലൈസായിട്ട് കട്ട് ചെയ്തതാണ് ഇടുന്നത്. 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചാണിത്. നിങ്ങൾ 1 കിലോ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഹാഫ് എടുത്താൽ മതി. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ റോസ്റ്റിന് 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് മസാല പുരട്ടി വെച്ചേക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 4 സ്പൂണാണ് ചേർക്കുന്നത്. 2 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർക്കുന്നു.
ഉപ്പ് ആവശ്യത്തിന്. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ അതിൽ ഉപ്പിട്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിൽ പച്ചമുളക് നെടുകെ കീറിയിട്ടു. ഒരു മീഡിയം സൈസ് തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്തു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ കുറേ മസാല ചേർത്തായിരുന്നു, മുളക് മല്ലിപ്പൊടി എല്ലാം. അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് അളവ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് തട്ടാം. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ടൊന്ന് വേവിക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, ഇത് തന്നെ വരും. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിഷസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണം. നമ്മുടെ ഗസ്റ്റുകൾക്കൊക്കെ നല്ല, അവരെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ മണമൊക്കെ കേട്ടിട്ട്. കട്ട വെയിറ്റിംഗിലിരിക്കുക. അപ്പൊ നമുക്ക് അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഹൈലൈറ്റ്. മല്ലിയെല്ലാം പൊടിച്ചിട്ടോണ്ടാണ് അതിൽ ആ പൊടി ഇങ്ങനെ വരുന്നത്. അതാണ് ടേസ്റ്റ്. നോർമലി റെസ്റ്റോറൻറ്റിലൊക്കെ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാറ്. കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം. കഴിച്ചു തുടങ്ങി. കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയണം. അഭിപ്രായം പറയൂ. ഹലോ, ഈ കേത്തൽ ചിക്കൻ നേരത്തെ കഴിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാ? ഞങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ ഇത് സ്പെഷ്യലാണ്, ഫേമസ് ആണ്. ഇവരൊക്കെ നമ്മളെ ട്രിവാൻഡ്രക്കാരല്ല, അതുകൊണ്ടാണ് കഴിച്ചിട്ടില്ല. ഒരു വെറൈറ്റി ടേസ്റ്റ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചതിന് ശേഷമാണ് എടുത്തത്. അതുകൊണ്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ആ ഒരു മണം, നമുക്ക് ആ ഒരു മസാല ഇടുമ്പോ തന്നെ ആ ഒരു നല്ല മണം ഉണ്ടായിരുന്നു, ഒരു ഫ്രഷ്. എന്തായിരിക്കും ഒരു ടേസ്റ്റ് എന്ന്. അത് നാരങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പൊ നല്ല സോഫ്റ്റ് ആവും, പെട്ടെന്ന് വെന്ത് വരും. അതെ അതെ, പൊടിച്ച് ജസ്റ്റ് ചതച്ചങ്ങ് ഇടുകയാണ് ചെയ്തത്. അത് അപ്പോഴേ തന്നെ ചതച്ചിട്ട് വെച്ചതാണ്, നേരത്തെ പൊടിച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പൊ നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരും. ക്രിസ്മസ് ട്രീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം മാത്രം അഭിപ്രായം പറയാൻ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എല്ലാവരും വാച്ച് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തിരിക്കുന്ന ഇന്നത്തെ എപ്പിസോഡ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും ഇന്നത്തെ ഡിഷ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, അടിപൊളിയാണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഷുവറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ ഗീവ് അവേ ചലഞ്ച് ആരും മറക്കണ്ട, എല്ലാവരും അതിൽ പങ്കെടുത്തോണം. ഉടനെ നമ്മൾ ലൈവിൽ വരുന്നതാണ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.